അപ്പോൾ ഇങ്ങനെ പരിപാടി തുടങ്ങില്ലേ. ഇന്ന് ഞങ്ങളെ വകയായിട്ട് സീനിയേഴ്സിനെ ഫെയർവെൽ പാർട്ടി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ വരുന്നതിന് മുന്നേ എല്ലാ പരിപാടിയും കഴിച്ചിരുന്നു. ഞാനാണെങ്കിൽ ഓരോ പണിയെടുക്കാനുള്ള ത്വരയിൽ വന്നത് എൻ്റെ നിവേദിൻ്റെയും ക്യൂട്ട്നെസ് ആണ്. എന്നെ പറഞ്ഞ് ഇന്ന് എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ അതുപോലെ ചെയ്തിരിക്കണം. ഒത്തിരി ലൈസ പുതിയ സ്കെയിലൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് അപാര ആക്ടിങ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ക്ലാസ് പറയുന്നത്. കാണാതിരിക്കോളം മുഖം പൊത്തിക്കണം. അഥവാ സെലിബ്രിറ്റി ആയാലും പിന്നെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല ഒരു മെയിൻ. ആ മെയിനാണിത്. ഒന്നും അറിയില്ലെങ്കിലും എല്ലോ പറയുന്ന പോലെ ആക്ട് ചെയ്യും. ഇതാണ് ഇന്നത്തെ പരിപാടിന്റെ പോസ്റ്റർ എങ്ങനെയുണ്ട്. പിന്നെ ഇതൊക്കെ തൂക്കാനുള്ള പോളറോയിഡ്സ് ആണ്. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ കൈകളുണ്ടോ. എന്റെ കൈ മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ ഞാനും അങ്ങോട്ട് കൈവെക്കൽ തുടങ്ങി. ഞാൻ പണിയെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ മെയിനാവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പണിയെടുക്കാത്തില്ല. പണിയെടുക്കാനുള്ള മടിയോണ്ടൊന്നുമില്ല. വരക്കണ ആളൊക്കെയാണ് കേട്ടോ ഏറ്റവും വലിയ മെയിൻ. വേറെ മെയിൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ മെയിൻ ഒക്കെ കഴിഞ്ഞ് ഡോൺ കയറി തൂക്കൽ തുടങ്ങി. ഡോണിന്റെ അനുയായികളായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആങ്കറിംഗ് ചെയ്യണ ഹിബ ഭയങ്കര മെക്കപ്പിലായിരുന്നു. കുറെ നേരം പിടിച്ച് നിൽക്കാൻ ഹെൽത്തും നോക്കണ്ടേ. അങ്ങനെ ഒരുവിധമുള്ള സെറ്റ് ആയി കഴിഞ്ഞു. ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇതൊക്കെ. നിരക്കൊടുങ്ങുന്ന പ്രോഗ്രാമിന് 2 മണിക്ക് ഞങ്ങൾ ഇതൊക്കെ തൂക്കുന്ന പരിപാടിയിലായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കും അറിയില്ല, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കും അറിയില്ല. അതിന്റെ അക്കൗണ്ടിന്റെ നെയിം അങ്ങോട്ട് മാറ്റി ഒരു കുസില്ല. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗായികൻ ശ്രീഹരി. ഈ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരിക്കും. രണ്ടാൾക്കാർ ആരാണെന്നൊന്നും ചോദിക്കരുത്. ആരൊക്കെയാണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെയാണ്. അങ്ങനെ വൈകിയാണെങ്കിലും 2:30 പരിപാടി ആരംഭിച്ചു. സീനിയേഴ്സിനെ നമ്മൾ മുട്ടായി കൊടുത്ത് വെൽക്കം ചെയ്തു. 1:30 തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നത് തുടങ്ങിയപ്പോൾ 2:20 എങ്ങാണ്ടായി. ഞങ്ങളെ സീനിയേഴ്സ് പിന്നെ 1:30 എന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്ക് തന്നെ എത്തിക്കണം. കൃത്യനിഷ്ഠത്തുള്ള സീനിയേഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനത്തെ സീനിയേഴ്സ് നമ്മളെ ഹിബന്റെ അന്നെ ആങ്കറിംഗ് കണ്ടായിരുന്നു. എന്താ പറയാ, ലക്ഷ്മി നക്ഷത്രമൊക്കെ അങ്ങോട്ട് മാറി. ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം. ശ്രീഹരിന്റെ പാട്ട് സംഭവം അടിപൊളിയാണ്. പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ സീനിയേഴ്സിനെ കൊണ്ട് 3-4 ഗെയിംസ് കളിപ്പിച്ചു. പിന്നെ എക്സ്പീരിയൻസ് പറയിപ്പിച്ചു. ഒരു പഴയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ കരയിപ്പിക്കാൻ നോക്കി. ഒരു ചിലവർക്ക് കരഞ്ഞു, ചിലവർ കരഞ്ഞില്ല. പിന്നെ ബ്ലൈൻഡ് ഫോൾഡ് ഒക്കെ ചെയ്തു. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തപ്പോൾ ഇമോഷണൽ സോങ് കിട്ടിയിരുന്നു. അപ്പോൾ ഇക്കും കരച്ചിൽ വന്നു. പിന്നെ അതിന്റെ കരച്ചിലൊക്കെ അടക്കി പിടിച്ചു. കാരണം അടുത്ത കൊല്ലം കരയാനുള്ളതല്ലേ. അവരോട് മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർക്ക് ഫുഡും കൊടുത്തു. അപ്പോൾ അത്രയുള്ളൂ. ബൈ.